Very good afternoon all. So this is me Devika from Tiju's Academy Tiruvalla. So ഇന്ന് നമ്മളുടെ another ഒരു ലൈവ് സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് 7 ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് യു നീഡ് ടു ഗെറ്റ് എ ഹയർ IELTS സ്കോർ. അതാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു നൂൺ ഒരു ലഞ്ച് ടൈമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അതിനുള്ളിൽ നമുക്കൊരു കുറച്ചൊരു ഗ്രാമർ സെഷൻ്റെ ഒരു ചെറിയ പാർട്ട് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഗോസ്. സോ നമ്മൾ ഈ ഒരു പാർട്ട് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. സോ യൂഷ്വലി ആസ് ഐ ഓൾറെഡി മെൻഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗ്രാമർ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ സോളാണ് അല്ലേ ഗ്രാമർ എന്ന് പറയുന്നത്. സോ വിതൗട്ട് ഹാവിങ് എ പ്രോപ്പർ ഗ്രാമർ വി കനോട്ട് ഈസിലി കൺവേ സെൻറ്റൻസ് വിത്ത് എ കംപ്ലീറ്റ് മീനിങ്. കംപ്ലീറ്റ് ഒരു മീനിങ് പോലും നമുക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ഈ ഓരോ ഗ്രാമർ സെക്ഷൻസും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഒരു 1 by 1 ഓരോ സെക്ഷൻ വൈസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. സോ പ്ലീസ് പാർട്ട് 1, 2, 3 കാണാത്തവർ കണ്ടിന്യൂസ് അത് കണ്ടതിന് ശേഷം ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പാർട്ട് 4 നിങ്ങൾ ലിസൺ ചെയ്യുക, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ അതേ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്രാമർ സെക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് പ്ലീസ് എല്ലാ നമ്മുടെ ലൈവ് സെഷൻസിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒരു റെക്കോർഡഡ് വീഡിയോസ്. എല്ലാവരും ആ ഒരു റെക്കോർഡഡ് വീഡിയോസ് കൂടി കണ്ടതിന് ശേഷം ബാക്കിയുള്ള ലൈവ് കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ അതൊരു കണ്ടിന്യൂസ് രീതിയിൽ തന്നെ നമുക്ക് ഒരു ഗ്രാമർ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ഫോർ ടുഡേയ്സ് ലൈവ് സെഷൻ. 7 English grammar rules you need to get a higher IELTS score part 4. Okay, so meanwhile we can wait for some more time for others to join. എല്ലാവരും ഇപ്പോൾ ഭയങ്കര റെയിനാണ്, ക്ലൈമറ്റ് ഒരുപാട് കണ്ടീഷൻസ്, ഒരുപാട് വെതർ കണ്ടീഷൻസിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുള്ള ഒരുപാട് സർക്കംസ്റ്റൻസിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ബി സേഫ്, എല്ലാവരും ഇതേപോലെ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അതേപോലെ നിങ്ങളുടെ ഓരോ IELTS ആസ്പിറൻസിനും നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ എല്ലാ IELTS ആസ്പിറൻസും നമ്മളുടെ ഇതിനോടൊപ്പം തന്നെ എന്തൊക്കെ നമുക്ക് ബാരിയേഴ്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാ ഓബ്സ്റ്റക്കിൾസിനെയും നമ്മൾ ഓവർകം ചെയ്ത് നിങ്ങളുടെ ഒരു എയിമിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പം ഉള്ളത്. സോ എല്ലാം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, അതേപോലെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ പറ്റുന്ന എല്ലാ 100% എല്ലാ ട്രെയിനേഴ്സും ആ ഒരു 100% അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയാണ് ഓരോ ലൈവ് സെഷൻസും അല്ലെങ്കിൽ ഓരോ ഓഫ്ലൈൻ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ഇത് മാക്സിമം നമുക്കൊരു ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ ഒരു ലൈവ് സെഷൻസ് ആണെങ്കിൽ പോലും ഈ ഒരു കമൻറ്റ് സെഷനിലൂടെ മാക്സിമം നിങ്ങളുടെ ആ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുക. ബിക്കോസ് ഈ ഒരു കമൻറ്റ് സെഷൻ മാത്രമാണ് നമ്മളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഒരു മീഡിയം ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ പ്ലീസ് മേക്ക് ഇറ്റ് ഷുവർ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കണമെങ്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിങ് ഓൾ ദീസ് ടോപ്പിക്സ് സോ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു മെൻഷൻ ഇറ്റ് ഇൻ യുവർ കമൻറ്റ് സെഷൻ. കമൻറ്റ് സെഷനിൽ നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാ ട്രെയിനേഴ്സും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ടുഡേയ്സ് ലൈവ് സെഷൻ. Here it is, active and passive words. So I think almost നമ്മുടെ ഗ്രാമറിൽ ഒരു വൈറ്റിലൊരു റോള് വയ്ക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് എന്ന് പറയുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസസ് ആക്ച്വലി എന്താണ്, ഇറ്റ്സ് 2 voices of a verb അല്ലേ. വെർബ് എന്താണ്, വെർബ് മീൻസ് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്പീച്ച്. അതേപോലെ വെർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ ഡൂയിങ് വർക്കിനെ റെഫർ ചെയ്യുന്നതാണ് വെർബ് എന്ന് പറയുന്ന ദാറ്റ് സ്പെസിഫിക് പാർട്ട് ഓഫ് സ്പീച്ച് അല്ലേ. സോ ഈ ഒരു വെർബിൻ്റെ 2 ഫോംസ് അല്ലെങ്കിൽ 2 voices അല്ലെങ്കിൽ ഈ ഒരു വെർബിൻ്റെ 2 voices ഓഫ് ദി വെർബാണ് ആക്റ്റീവ് ആസ് വെൽ ആസ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ എന്താണ് ആക്റ്റീവ് വോയിസ്? ഐ തിങ്ക് നമ്മൾ നമ്മുടെ പ്രീവിയസ് ലൈവ് സെഷനിൽ നമ്മൾ ഓൾറെഡി ഇത് കുറച്ചൊരു ഏരിയ നമ്മൾ കവർ ചെയ്തിരുന്നു.
ഫോംസ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് പ്രീവിയസ് ലൈവ് സെഷൻ കണ്ടവർക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു 2 കോളംസ് ആയിട്ട് നമ്മൾ പാസീവ് വോയിസ്, ആക്റ്റീവ് അല്ല ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന രീതിയിൽ നമ്മളൊരു കമ്പാരിസൺ രീതിയിലായിരുന്നു പ്രീവിയസ് ലൈവ് സെഷനിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടുഡേ നമ്മൾ ഈ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള ടോപ്പിക്ക് ഇൻ ഡീറ്റെയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇൻ ഡെപ്ത് ആയിട്ടൊരു ഡീറ്റെയിൽ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻസിലൂടെ. സോ അതുകൊണ്ട് പെർട്ടിക്കുലർലി നമ്മൾ ഇന്ന് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഒരു ഇൻ ഡെപ്ത് അനാലിസിസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ലൈവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് വോയിസ് ഓഫ് എ വെർബ്? സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അല്ലെ, ഫ്രം ദി ബേസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്താണ് വോയിസ് ഓഫ് എ വെർബ് എന്ന് പറയുന്നത്. So the voice of a verb expresses whether the subject in the sentence has performed or received the action. ഈ voice of a verb എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ ഒരു voice of a verb എക്സ്പ്രസ് ചെയ്യുന്നത് whether the subject in the sentence has performed. നമുക്ക് തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസ് ആകുമ്പോൾ അതിലൊരു ബേസിക് ഫോം ആണ്, ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, എസ് പ്ലസ് വി പ്ലസ് ഒ. സോ ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു സബ്ജക്റ്റ് ഒബ്വിയസ്ലി ഉണ്ടാവും. സോ ആ ഒരു സബ്ജക്റ്റ് വെദർ ഈ ഒരു സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുകയാണോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ റിസീവ് ചെയ്യുകയാണോ, ഈ കാര്യമാണ് മെയിനായിട്ട് ഈ ഒരു വോയിസ് ഓഫ് വെർബ് എന്നുകൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഒരു സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുകയാണോ അതോ ആ ഒരു ആക്ഷനെ റിസീവ് ചെയ്യുന്നത് മാത്രമാണോ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വെർബിന് 2 വോയിസസ് ഉള്ളത്. അതാണ് ആക്റ്റീവ് ആസ് വെൽ ആസ് പാസീവ് വോയിസ്. ഫോർ എക്സാമ്പിൾ, the washman opens the door. The washman opens the door. വാഷ്മാൻ ഡോർ ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ, ഓപ്പൺസ് ദി ഡോർ. സോ ഇത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇതൊരു ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, ദ വാഷ്മാൻ ഓപ്പൺസ് ദി ഡോർ. ഇനിയും ഈ ആക്റ്റീവ് വോയിസിലുള്ള ഈ ഒരു സെൻറ്റൻസ് പാസീവിലേക്ക് ആകുമ്പോൾ വരുന്ന ചേഞ്ച് എന്താണ്? മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. മെയിൻ ചേഞ്ച് എന്താണ്? നമ്മുടെ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിൽ വരുമ്പോൾ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? ഒബ്ജക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് അത് ചേഞ്ച് ചെയ്യുകയാണ്? സബ്ജക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. So here also this example, the watchman opens the door. So in this sentence ഏതാണ് subject? Will you please mention which is the subject in this particular sentence? ഏതാണ് ഇതിലെ subject എന്ന് പറയുന്നത്? The watchman opens the door. The watchman opens the door എന്ന് പറയുമ്പോൾ വാച്ച്മാൻ ഈസ് ദി സബ്ജക്ട്, റൈറ്റ്? വാച്ച്മാൻ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഓപ്പൺസ് എന്ന് പറയുന്നത് ഇവിടെ ആക്ഷൻ വേർഡ് ആണ്, ഒരു ഡൂയിങ് വർക്ക് ആണ് അല്ലേ. സോ അത് ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്നത് അവിടെ ഡൂയിങ് വർക്ക് ആണ്. സോ ആൻഡ് ദി ഡോർ എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വാച്ച്മാൻ ആണ് സബ്ജക്ട്, വിച്ച് മീൻസ് വാച്ച്മാൻ ആണ് ഈ ഒരു ഓപ്പൺ ചെയ്യുക എന്ന ഒരു ഡൂയിങ് വർക്ക് ചെയ്യുന്ന സബ്ജക്റ്റ് ഇവിടെ ആരാണ്? വാച്ച്മാൻ ആണ്. ആൻഡ് ഈ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്നത് എന്താണ്? ദി ഡോറിലാണ് നമ്മൾ ഒരു ആക്ഷൻ പ്രവർത്തിക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റ്. ഇതാണ് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ്. ആൻഡ് ഈ ഒരു ആക്റ്റീവ് വോയിസിലുള്ള ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ആകുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ദ ഡോർ എന്ന് പറഞ്ഞ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആയത് ഡോറ് പാസീവ് വോയിസിലേക്ക് സബ്ജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ദ ഡോർ ഹിയർ ബിക്കംസ് ദി സബ്ജക്റ്റ്. ദി ഡോർ ഈസ് ഓപ്പൺഡ്. ഓപ്പൺ എന്നുള്ളത് നമ്മൾ ഒരു തേർഡ് പേഴ്സണോട് പറയുകയാണ്. ഇവൻ ചെയ്ത കാര്യം നമ്മൾ വേറൊരു വ്യക്തിയോട് പറയുകയാണ്. സോ ഓപ്പൺ എന്നുള്ളത് ഓപ്പൺ, അപ്പോൾ ചെയ്ത കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അതായത് പാസ്റ്റ് ആക്ഷൻ ആണ്, നടന്ന് കഴിഞ്ഞിരിക്കുന്നു. സോ ഇസ് ഓപ്പൺ ബൈ ദി വാച്ച്മാൻ. വാച്ച്മാനാൽ തുറക്കപ്പെട്ടു. വാച്ച്മാനാൽ ബൈ ദി വാച്ച്മാൻ. സോ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിരുന്നു വാച്ച്മാൻ, ബട്ട് ദെൻ പാസീവ് വോയിസിൽ വന്നപ്പോൾ ഇറ്റ്സ് ചേഞ്ച് ടു ഒബ്ജക്റ്റ്. വാച്ച്മാൻ എന്നത് ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഇസ് ഇറ്റ് ക്ലിയർ? ദി വാച്ച്മാൻ ഓപ്പൺസ് ദി ഡോർ. ദി ഡോർ ഈസ് ഓപ്പൺ ബൈ ദി വാച്ച്മാൻ. ഓക്കെ, so I think this is clear for you, and if you have any doubts regarding this, please do comment in the comment section. Okay,
Then types of voices of verb. Verbs have two voices, as I already mentioned. രണ്ട് voices ആണ് വെർബിനുള്ളത്. ആക്റ്റീവ് വോയിസും അതേപോലെ പാസീവ് വോയിസും. ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്. സോ എന്താണ്, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് എന്താണ് ഈ ഒരു ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാസീവ് വോയിസ്. സോ വാട്ട് ഡു യു മീൻ ബൈ ആൻ ആക്റ്റീവ് വോയിസ്? എന്തായിരിക്കും ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്? So, active voice means when an action performed by the subject is expressed by the verb, it is an active voice. Okay. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആണ് ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും, ഏത് വോയിസ് ആയിരിക്കും ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? ആക്റ്റീവ് വോയിസ്. Active was used when more straightforward relation and clarity is required between the subject and the verb. Active was കൂടുതൽ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് റിലേഷനെ സിഗ്നിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ക്ലാരിറ്റി ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ ദി സബ്ജക്റ്റ് ആൻഡ് ദ വെർബ്. അതേപോലെ സബ്ജക്റ്റ് വെർബും തമ്മിൽ ബിറ്റ്വീൻ ദാറ്റ് നമുക്കൊരു ക്ലാരിറ്റിയും വേണം. സോ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലും നമ്മളൊരു പെർട്ടിക്കുലർ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലായിരിക്കും. അതേപോലെ ഈ ഒരു ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കൂടുതലും സ്ട്രേറ്റ് ഫോർവേഡ് ആക്ഷനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എപ്പോഴാണ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് റിലേഷൻ, സബ്ജക്റ്റും വെർബും തമ്മിലൊരു സ്ട്രേറ്റ് ഫോർവേഡ് റിലേഷൻ ആണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ തന്നെയും നമ്മൾ ആക്റ്റീവ് വോയിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. So here also the example is there so that you will get a clear idea. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Hence lay eggs. Hence eggs lay ചെയ്യും. Hence lay eggs. ഇത് തന്നെ hence lay eggs and also birds build nest. Okay, so just keep in mind these two examples. Hence lay eggs and birds build nest. ഇത് ഡയറക്റ്റ് ആണ് അല്ല, സ്ട്രേറ്റ് ഫോർവേഡ് റിലേഷൻ ആണ്. Hence സബ്ജക്റ്റ്, lay verb, eggs ഒബ്ജക്റ്റ്. അതേപോലെ ബേർഡ്സ് സബ്ജക്റ്റ്, ബിൽഡ് വെർബ് ആൻഡ് നെസ്റ്റ് ഈസ് ദി ഒബ്ജക്റ്റ്. സോ ഇവിടെ ക്ലിയർ കട്ടായിട്ടാണ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള റിലേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഈ ഹെൻസ് ലേ എഗ്സ് എന്ന് പറയുന്നതും ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് എന്ന് പറയുന്നതും. ഓക്കെ, ആൻഡ് ദെൻ സോ ഐ തിങ്ക് ആക്റ്റീവ് വോയിസ് ക്ലിയർ ആണോ? എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയോ? വാട്ട് ഈസ് എൻ ആക്റ്റീവ് വോയിസ്? ദി സെക്കൻഡ് വൺ ഈസ് പാസീവ് വോയിസ്. സോ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താണ് പാസീവ് വോയിസ്. ഓക്കെ, സോ വാട്ട് ഡു മീൻ ബൈ പാസീവ് വോയിസ്? ഓൾറെഡി നമ്മൾ കണ്ടു ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ആണ് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ എന്തായിരിക്കും പാസീവ് വോയിസ്? When the action expressed by the verb is received by the subject. Okay, so ഒരു ആക്ഷൻ പർട്ടിക്കുലർ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. പകരം ഒരു സെൻറ്റൻസിലെ ആ ഒരു സബ്ജക്റ്റ് ഈ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് പാസീവ് വോയിസ് ആണ് ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, passive voice is used when the dior of the action is not known and the focus of the sentence is on the action and not the subject. Dior means D-O-E-R. It is also subject. Okay. Passive voice യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ആക്ഷൻ, the subject of the action is not known. നമുക്കറിയില്ല സബ്ജക്റ്റിൻ്റെ ആക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല. കംപ്ലീറ്റ് ഒരു ഫോക്കസ് ചെയ്തിൽ മാത്രമായിരിക്കും. ആൻഡ് ദി ഫോക്കസ് ഓഫ് ദി സെൻറ്റൻസ് ഈസ് ഓൺ ദി ആക്ഷൻ ആൻഡ് നോട്ട് ദി സബ്ജക്റ്റ്. പെർട്ടിക്കുലർലി ആ ഒരു ഫോക്കസ് എന്ന് പറയുന്ന ആക്ഷനിൽ മാത്രമായിരിക്കും, പകരം സബ്ജക്റ്റിലാവില്ല. അങ്ങനെയുള്ളപ്പോൾ അതിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ സബ്ജക്റ്റിനല്ല പ്രാധാന്യം, പകരം ആ സബ്ജക്റ്റ് റിസീവ് ചെയ്ത ആക്ഷനാണ് പ്രാധാന്യം വരുന്നത്. ബട്ട് ആക്റ്റീവ് വോയിസിൽ എന്തായിരുന്നു? ആ ഒരു പെർഫോം ചെയ്യുന്നത് ആരാണോ, ആ ആക്ഷൻ പെർഫോം ചെയ്യുന്ന സബ്ജക്റ്റിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് വെൻ കമ്മിങ് ടു പാസീവ് വോയിസ് റാദർ ദാൻ ദി സബ്ജക്റ്റ് ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സബ്ജക്റ്റ് റിസീവ് ചെയ്ത ആക്ഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് ക്ലിയർലി. സോ ദി എക്സാമ്പിൾ ഈസ് eggs are laid by hands. Okay, so in the previous, once again I will show that slide. Hence lay eggs, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ഈ hence lay eggs എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്? eggs are laid by hens. അവിടെ eggs എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരുന്നു, അത്
പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് മാറി. ഇവിടെ ആക്ഷൻ ആണ് പ്രാധാന്യം അല്ലേ. എഗ്സ് ആർ ലെയ്ഡ് ബൈ ഹെൻസ്, ഹെൻസ് ആർ എഗ് ലേ ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹിയർ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. ആക്റ്റീവ് വോയിസിൽ ബേർഡ്സ് നെസ്റ്റ് ബിൽഡ് ചെയ്തു. ഇത് തന്നെ പാസീവിലേക്ക് ചേഞ്ച് ആകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് ചേഞ്ച് ആവുന്നത്? നെസ്റ്റ് ആർ ബിൽഡ് ബൈ ബേർഡ്സ്. ബേർഡ്സ് ആർ നെസ്റ്റ് ബിൽഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, നെസ്റ്റ് ആർ ബിൽഡ് ബൈ ബേർഡ്സ്. സോ ശ്രദ്ധിച്ച് കാണുമല്ലോ, നമ്മൾ ഈ ഒരു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് മാറുമ്പോൾ എപ്പോഴും ആ ഒരു വെർബ് കഴിഞ്ഞ് ബൈ അല്ലേ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. So that's all about passive voice. So is it clear all of you? Active voice as well as passive voice, the main idea behind active voice and passive voice. Okay, some more exercises is in front of you. Active voice as well as passive voice. നമുക്ക് ഒരു 3 exercises or examples ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ. സോ നമുക്കത് നോക്കാം എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ ഒരു സെൻറ്റൻസ് വരുന്നത്, അതെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് അവിടെ വരുന്നതെന്ന്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഷീ പ്രിപ്പയർസ് ഡിന്നർ ഇൻ ആക്റ്റീവ് വോയിസ്. ഷീ പ്രിപ്പയർസ് ഡിന്നർ. ഷീ ഈസ് ദി സബ്ജക്ട്, പ്രിപ്പയർസ് ഈസ് ദി verb ആൻഡ് ഡിന്നർ ഈസ് ദി ഒബ്ജക്ട്. സോ ഇത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെ ചേഞ്ച് ആവുന്നു? The dinner is prepared by her. ഡിന്നർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. ഈസ് പ്രിപ്പയർ എന്ന് പറയുന്നത് പാസ്റ്റ് ആവുമ്പോൾ പ്രിപ്പയർഡ് ആവുന്നു. ആൻഡ് ബൈ ഹർ, ഷീ എന്ന് പറയുന്നത് ഹർ ആണ് ചേഞ്ച് ആവുന്നത്. ദെൻ ദ നെക്സ്റ്റ് എക്സസൈസ് ഷീ നോസ് ഹിം ഇൻ ആക്റ്റീവ് വോയിസ്. അവൾക്ക് അവനെ അറിയാം. ഇതെങ്ങനെയാണ് നമ്മൾ പാസീവിലേക്ക് പറയുന്നത്? അവന് അവളാൽ അറിയപ്പെട്ടു. ഹി ഈസ് നോൺ ടു ഹർ അല്ല, അവന് അവളാൽ അറിയാം, അവനിലേക്ക് അറിയാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ആ ഒരു സെൻറ്റൻസ് ചേഞ്ച് ആവുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജ്യൂസ് ഫിൽസ് ദി ജാർ. ഓക്കെ, ഹിയർ ജ്യൂസ് ഈസ് ദി സബ്ജക്ട്, ഫിൽസ് ഈസ് ദി verb ആൻഡ് ദി ജാർ ഈസ് ദി ഒബ്ജക്റ്റ്. ഇത് പാസീവിലേക്ക് വരുമ്പോൾ എങ്ങനെ ചേഞ്ച് ആവുന്നു? ദി ജാർ ഈസ് ഫിൽഡ് വിത്ത് ജ്യൂസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ ഓരോ എക്സസൈസിലും ഞാൻ കുറച്ച് ഓരോ വേർഡ്സ് അല്ലെങ്കിൽ ഓരോ പ്രിപ്പോസിഷൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബൈ, ടു, വിത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഡിപ്പെൻഡ് അപ്പോൺ ദി കോണ്ടെക്സ്റ്റ് എങ്ങനെയും ചേഞ്ച് ആവാം. ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രമല്ല, വി ക്യാൻ അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദി ഡിന്നർ ഈസ് പ്രിപ്പയർഡ് ബൈ ഹർ, അവളാൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടു. ഹി ഈസ് നോട്ട് ടു ഹർ, ഇവിടെ ബൈ അല്ല ടു ആണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. അതേപോലെ ദി ജാർ ഈസ് ഫിൽഡ് ബൈ ജ്യൂസ് എന്നല്ല പറയുന്നത്, വിത്ത് ജ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൂടി ജസ്റ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ദെൻ ഓക്കെ, സോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണ്? അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ ആസ് വെൽ ആസ് പാസീവ് വോയിസ് പ്രൊനൗൺ. എങ്ങനെയാണ് ഈ ഒരു ആക്റ്റീവ് വോയിസ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ആസ് വി ഓൾ നോ, പ്രൊനൗൺസ് ഏതൊക്കെയാണല്ലേ നൗണിനെ വിശേഷിപ്പിക്കാനായി യൂസ് ചെയ്യുന്ന അനദർ ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ എന്താണ്? പാസീവ് വോയിസ് പ്രൊനൗൺ അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് പ്രൊനൗൺസ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു ടേബിളിലാണ്, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് എ ടേബിളാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് എത്രയും വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് വേയിൽ എങ്ങനെ ഐഡിയാസിനെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം, അതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ ടേബിൾ, ഡയഗ്രാം, പൈ ചാർട്ട് രീതിയിലൊക്കെ നമ്മൾ കൂടുതൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇങ്ങനെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ കിട്ടും അല്ലെ. കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും അല്ലെ, കളക്ട് ചെയ്യാൻ പറ്റും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് വോയിസ് പ്രൊനൗൺസിൽ ഓൾമോസ്റ്റ് ഒരു 7 പ്രൊനൗൺസ് ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ ആയിട്ടും പാസീവ് വോയിസ് പ്രൊനൗൺ ആയിട്ടും നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആക്റ്റീവ് വോയിസ് പ്രൊനൗൺസ്? ഐ, വി, ഹി, ഷീ, ദേ, യു, ഇറ്റ്. ഇതൊക്കെയാണ് ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഞാൻ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, നീ, അത് ഇവയാണ് ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ എന്തായാലും പാസീവ് വോയിസിലേക്ക് വരുമ്പം ഇതേപോലെ അല്ല യൂസ് ചെയ്യുന്നത്. ബൈ നമ്മൾ മറ്റൊരാളോട് പറയുകയാണ് അല്ലേ. സോ ഈ ഐ എന്നുള്ളത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? മീ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. വി, അസ്, വി എന്ന് പറയുന്നത് അസ് ആയിട്ട് മാറും. ഹി എന്ന് പറയുന്നത് ഹിം ആയിട്ട് ചേഞ്ച് ചെയ്യും. ഷീ എന്ന് പറയുന്നത് ഹർ ആയിട്ട് ചേഞ്ച് ചെയ്യും. ദേ എന്ന് പറയുന്നത് ദം ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്.
യു റിമെയിൻസ് സെയിം, യു തന്നെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് റിമെയിൻസ് സെയിം, ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റായിട്ട് തന്നെയാണ്. വെദർ അത് ആക്റ്റീവ് വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസീവ് വോയിസിൽ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, യുവും ഇറ്റും അതേപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഫോർ യു ആസ് വെൽ ആസ് ഇറ്റ്. യുവിനും ഇറ്റിനും ചേഞ്ച് ഇല്ല. യു എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിലും നമ്മൾ യു എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാസീവ് വോയിസിലൊക്കെ ആ ഒരു സെൻസ് വരുമ്പോഴും അവിടെയും നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെയാണ് ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് പ്രൊനൗണിലും ഇറ്റ് തന്നെയാണ്, പാസീവ് വോയിസ് പ്രൊനൗണിലും ഇറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസിയർ ഫോർ യു. സോ ഐ എന്ന് പറയുന്നത് ഐ, മീ, ഞാൻ, എന്നെ, വി, നമ്മൾ, ഞങ്ങളെ, ഹി, അവൻ, അവൻ, ഹി, ഹിം, ഷീ, ഹർ, ദേ, ദം, യു, ഇറ്റ്. അത് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, ദ, യു ആൻഡ് ഇറ്റ്. അത് ജസ്റ്റ് ഒന്ന് അതിൽ ചേഞ്ച് ഇല്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ആക്റ്റീവ് വോയിസ് പ്രൊനൗൺ ആസ് വെൽ ആസ് പാസീവ് വോയിസ് പ്രൊനൗൺ. ഓക്കെ, സോ please all of you make sure that you have collect all this, capture all these things in a right way. കറക്റ്റ് വേയിൽ തന്നെ നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ മെയിനായിട്ട് സ്പെസിഫിക് ആയിട്ട് പാർട്ട് 4 ആയിരുന്നു. നമ്മൾ ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഗുഡ് IELTS സ്കോർ, എല്ലാ IELTS ആസ്പിറൻസിനും നമ്മൾ ഏറ്റവും ബെനിഫിഷ്യൽ, എല്ലാ IELTS ആസ്പിറൻസ് മാത്രമല്ല എല്ലാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സിനും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി ദിസ് ഗ്രാമറ്റിക്കൽ പാർട്ട്. സോ ഇത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഐഡിയ, കറക്റ്റ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ എക്സസൈസസ്, എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് വേയിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് എല്ലാവരും ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആൻഡ് കറക്റ്റ് ഒരു ഗ്രാമറിലേക്ക് നമുക്ക് ഗ്രാമാറ്റിക്കൽ ഒരു യൂസേജ് നമുക്ക് എത്രയും കറക്റ്റ് ആക്കാൻ പറ്റും അത്രയും കറക്റ്റായിട്ട് സെൻറ്റൻസിലോ സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതിലൂടെ നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമുക്ക് നല്ലൊരു IELTS സ്കോർ, നല്ലൊരു ബാൻഡ് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, so I think today's topic is very much clear for you. So that's all for today. So stay tuned everyone for another live session. Once again, this is me Devika from Tiju's Academy, Tiruvalla. So thank you so much all of you. So thank you very much. Have a nice day all of you. Thank you.